സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ചില സിറ്റുവേഷൻസ് സംഭവിക്കുന്നത്. എന്നാൽ ചില സിറ്റുവേഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നവയാണ്. ഇലക്ഷൻ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും കടന്നു പോകുന്ന ഏറ്റവും വലിയ ഇവന്റ്സിൽ ഒന്നാണ് തിരഞ്ഞെടുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റഡ് സിറ്റുവേഷൻ ആയതിനാൽ തന്നെ ഈ ഒരു സിറ്റുവേഷനിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പരിധി വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. രാഷ്ട്രീയ വികാരത്തിന്റെയും സാമ്പത്തിക സ്ഥിരതയുടെയും അളവുകോലായിട്ടാണ് ഇലക്ഷനെ കാണുന്നത്. അതിനാൽ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇലക്ഷനെ അതിസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. കൂടാതെ ചില ഇൻവെസ്റ്റേഴ്സ് ഇലക്ഷൻ സമയത്ത് മാർക്കറ്റിൽ തന്നെ വിട്ടുനിൽക്കാറുണ്ട്. ഇന്ന് വോൾസ് ആൻഡ് ബുൾസ് ചർച്ച ചെയ്യുന്നത് ഇലക്ഷന് മുമ്പും ശേഷവും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും, അതുപോലെ തന്നെ ഭരണത്തിൽ വരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് സ്റ്റോക്ക് മാർക്കറ്റിനെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കും എന്നീ രണ്ട് കാര്യങ്ങൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധമുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് വോൾസ് ആൻഡ് ബുൾസ് എന്ന ഈ ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. എൻ്റെ പേര് മുഹമ്മദ് റാഫി. വെൽക്കം ടു വോൾസ് ആൻഡ് ബുൾസ്. ഇലക്ഷൻ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിനു മുമ്പ് നടന്ന ഏതാനും വർഷങ്ങളിലെ ഇലക്ഷൻ സമയത്തെ ഡാറ്റാസ് ഒന്ന് നോക്കാം. 1999 വാജ്പേയി സർക്കാർ വരുന്നതിന് മുമ്പ് നടന്ന ഇലക്ഷന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റ് 50% റിട്ടേൺ തന്നിരുന്നു. ഇലക്ഷന് ഒരു മാസം മുമ്പ് അത് 3.3% ആയിട്ട് മാറി. ഇലക്ഷൻ ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവ് റിട്ടേൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവറായി അത് 37% റിട്ടേൺ ആയിട്ട് മാറി. അതുപോലെ 2004 UPA നേതൃത്വത്തിൽ ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാർ വന്ന ഇലക്ഷന് മുമ്പ് മാർക്കറ്റ് 98% റിട്ടേൺ തന്നിരുന്നു. ഇലക്ഷന് ഒരു മാസം മുമ്പ് അത് 7.5 നെഗറ്റീവ് റിട്ടേൺ ആയിട്ട് മാറി. ശേഷം ഇലക്ഷൻ കഴിഞ്ഞ് ഒരു മാസമായപ്പോൾ -14, 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും 121% റിട്ടേണിലേക്ക് ഉയരുകയും ചെയ്തു. 2009 ഇലക്ഷൻ സമയത്ത് സ്ഥിതി കുറച്ച് വ്യത്യസ്തമായിരുന്നു. കാരണം 2008 നടന്ന ലെയ്മൻ ബ്രദേഴ്സ് ക്രൈസിസ് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആ വർഷം 24% നെഗറ്റീവ് റിട്ടേൺ തന്നത്. എങ്കിലും ഇലക്ഷനോട് അടുപ്പിച്ച് മുൻ ഇലക്ഷൻ സമയത്തെ പോലത്തെ സെയിം ബിഹേവിയർ മാർക്കറ്റ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. ഇതേ ബിഹേവിയർ തന്നെയാണ് 2014, 2019 ഇലക്ഷൻ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇലക്ഷനോട് അടുപ്പിച്ച് ഒരു റാലി നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇലക്ഷൻ സമയത്ത് മാർക്കറ്റ് ബെയറിഷ് ആവുന്നുണ്ട്. പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞ് മാർക്കറ്റ് റിക്കവർ ആവുന്നുമുണ്ട്. ഈ ഇലക്ഷൻ സിറ്റുവേഷൻസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ മാത്രം ചുറ്റിപ്പറ്റിയുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മറ്റ് മാർക്കറ്റിലെ സിറ്റുവേഷൻസ് കൂടി നോക്കുക. ലെയ്മൻ ബ്രദേഴ്സ് ക്രൈസിസ്, കൊറോണ സമയത്തെ ക്രൈസിസ് ഒക്കെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിന്റെ ഉദാഹരണങ്ങളാണ്. അടുത്തതായിട്ട് ഇലക്ഷൻ പോലെ തന്നെ ഇലക്ഷൻ ശേഷം വരുന്ന ഗവൺമെന്റും ഇൻവെസ്റ്റേഴ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റേബിളായ ഗവൺമെന്റിനെയാണ്. കാരണം ഒരു സ്റ്റേബിളായ ഗവൺമെന്റിന് അവരുടെ പോളിസീസ് നിലനിർത്താനും സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാവും. ഉദാഹരണത്തിന് ഇന്ന് കേരളം ഭരിക്കുന്ന LDF ഗവൺമെന്റ് ഒരു സ്റ്റേബിളായിട്ടുള്ള ഗവൺമെന്റ് ആണെന്ന് പറയാൻ സാധിക്കും. കാരണം LDF CPIM എന്ന ഒറ്റ പാർട്ടിക്ക് തന്നെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. അതിനാൽ തന്നെ അവർക്ക് മറ്റ് ഘടകകക്ഷികളോട് ആലോചിക്കാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് കേന്ദ്രത്തിലുള്ളത്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് NDA സഖ്യമാണ്. NDA BJP എന്ന ഒറ്റ പാർട്ടിക്ക് തന്നെ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അതിനാൽ തന്നെ അവർക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. ഈ ഒരു സ്റ്റെബിലിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത്. കാരണം അവർ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് കോടികൾ മുടക്കി പുതിയ പ്രോജക്റ്റുകൾ, പുതിയ ഫാക്ടറീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിന് പ്രവർത്തനാനുമതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേബിൾ ഗവൺമെന്റ് ആകുമ്പോൾ കൂടുതൽ ഈസി ആയിരിക്കും. ഇനി ഒരു തൂക്കു മന്ത്രിസഭയാണെങ്കിൽ ഈ ഒരു സ്റ്റെബിലിറ്റി കിട്ടില്ല. കാരണം അവർക്കൊരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ സഖ്യകക്ഷികളായിട്ട് ചർച്ച നടത്തി തീരുമാനിക്കേണ്ടി വരും. ഇന്നത്തെ വീഡിയോ ഇതോടെ പൂർണ്ണമാവുകയാണ്. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, ഇന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പേരെല്ലാം തന്നെ പഠനാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിന് ആ രീതിയിൽ മാത്രം എടുക്കുക. ഒരു നല്ല ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. എൻ്റെ പേര് മുഹമ്മദ് റാഫി. സൈനിങ് ഓഫ്.